500 കിലോയോളം ഭാരമുള്ള ബഹിരാകാശ പേടകം നാളെ ഭൂമിയിലേക്ക് വിക്ഷേപിച്ച് 53 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്ന സോവിയറ്റ് പേടകം എവിടെയെങ്കിലും ഇടിച്ചിറങ്ങുമോ എന്ന കാര്യത്തിൽ ശാസ്ത്രലോകത്തിനും വലിയ ധാരണയില്ല. 1972 ശുക്രനിലേക്ക് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച 500 കിലോഗ്രാം ഭാരമുള്ള കോസ്മോസ് 482 ബഹിരാകാശ പേടകം നാളെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അനിയന്ത്രിതമായി പ്രവേശിക്കും. കോസ്മോസ് 482 കത്തിച്ചാമ്പലാകുമോ അതോ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിക്കുമോ എന്ന് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണെന്നാണ് വിലയിരുത്തൽ. പോളണ്ടിന് മുകളിൽ വെച്ചാണ് ഈ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. 1972 മാർച്ച് 31 സോവിയറ്റ് യൂണിയൻ ശുക്രനിലേക്ക് അയച്ച പരാജയപ്പെട്ട വിക്ഷേപണമായിരുന്നു കോസ്മോസ് 482. റോക്കറ്റിന്റെ സാങ്കേതിക തകരാർ കാരണം കോസ്മോസ് 482 ഒരിക്കലും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തു കടന്നില്ല. അതിനുശേഷം 5 പതിറ്റാണ്ടായി ഈ പേടകം അനിയന്ത്രിതമായി ഭൂമിയെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. 500 കിലോയോളം ഭാരമുള്ള കോസ്മോസ് 482 പേടകം നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ച് നാളെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കും. എവിടെ വെച്ചാണ് കോസ്മോസ് 482 റീ എൻട്രി എന്നോ പേടകം ഭൂമിയിൽ പതിക്കുമോ എന്നും ഇപ്പോഴും വ്യക്തമല്ല. പതിവ് ബഹിരാകാശ പേടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോസ്മോസ് 482 ഭൂമിയിൽ കത്തിത്തീരാതെ പതിച്ചാൽ ഏതെങ്കിലും ജലാശയത്തിൽ വീഴാനാണ് സാധ്യത കൂടുതലെന്നും വിലയിരുത്തപ്പെടുന്നു. കോസ്മോസ് 48 പേടകം ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നതിനെ അത്ര ഭയക്കേണ്ടതില്ലെന്ന് ഡച്ച് സാറ്റലൈറ്റ് ട്രാക്കർ മാർക്കോ ലാംഗ്ബ്രോക്ക് പറയുന്നു. അതേസമയം ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തിത്തീരാനാണ് കൂടുതൽ സാധ്യതയെങ്കിലും ഭൂമിയിൽ കോസ്മോസ് 482 പേടകം പതിക്കാനുള്ള സാധ്യത പൂർണ്ണമായും മാർക്കോ ലാംഗ്ബ്രോക്ക് തള്ളിക്കളയുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ശുക്രനിലെ ഉയർന്ന മർദ്ദം, കഠിനമായ ചൂട് എന്നിവയെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത കോസ്മോസ് 482 പേടകം ഭൂമിയിലേക്കുള്ള പുനഃപ്രവേശത്തെ അതിജീവിക്കാൻ നേരിയ സാധ്യതയുണ്ടെന്നാണ് അനുമാനിക്കുന്നത്. കോസ്മോസ് 482 പല ഭാഗങ്ങളും ഇതിനകം തകർന്നു കഴിഞ്ഞുവെങ്കിലും അവശേഷിക്കുന്ന ഗോളാകൃതിയിലുള്ള ലാൻഡിംഗ് ക്യാപ്സൂൾ കഴിഞ്ഞ 53 വർഷമായി വളരെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ബഹിരാകാശ ശാസ്ത്രജ്ഞർ വളരെ ആകാംക്ഷയോടും സൂക്ഷ്മതയോടും കോസ്മോസ് 482 ബഹിരാകാശ പേടകത്തിന്റെ റീ എൻട്രി സാധ്യത നിരീക്ഷിച്ചു വരികയാണ്. സാറ്റലൈറ്റ് ട്രാക്കർമാർ വർഷങ്ങളായി കോസ്മോസ് 482 പേടകം വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു.